അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വലിയ സേനയുമായി ഹുനൈനിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ആ സംഭവം നമ്മൾ ചരിത്ര പഠനത്തിൻ്റെ ഇടയിൽ അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ്. അവര് ഒരു മരത്തിൻ്റെ മുള്ളുമരം, ഒരൽപ്പം വലിയ മരമാണ്, ആ മരത്തിൻ്റെ സമീപത്തുകൂടെയാണ് അവർ പോയത്. ആ മരത്തിന് ചില സവിശേഷതകൾ, മറ്റൊന്നുമല്ല, ആ മരത്തെ അവർ ദാത്തു അൻവാത്ത് എന്നാണ് പറയുക. അവർക്ക് ചില തെറ്റായ വിശ്വാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് യുദ്ധത്തിനോ മറ്റോ പോവുകയാണ് എങ്കിൽ അവരവരുടെ ആയുധങ്ങളൊക്കെ ആ മരത്തിൽ കുറച്ച് സമയം കെട്ടിത്തൂക്കി വെക്കും. എന്നിട്ട് അവിടെ വെച്ച് ചില പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മറ്റു ചില ആരാധനകളോ മറ്റോ ഒക്കെ ചെയ്യും. അങ്ങനെയാണ് അവർ പോകാറുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ വിശ്വാസികളിൽ പല ആൾക്കാരും തലേ ദിവസം എന്നോണം മാത്രം ഇസ്ലാമിലെത്തിയവരാണ്. അവർക്ക് ഇസ്ലാമിന്റെ വേണ്ട വിധത്തിലുള്ള തർബിയത്തോ താലീമോ ഒന്നും ലഭിച്ചിട്ടില്ല, നമുക്കറിയാം. അവര് ചില ആൾക്കാർ പറഞ്ഞു, നബിയെ ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാത്തു അൻവാത്ത്, അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പണ്ട് മൂസാ നബിയോട് മൂസാ നബിയുടെ ആൾക്കാർ പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങൾ പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടാക്കി തരണം എന്നാണ് അവരന്ന് പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അത് ബോധ്യപ്പെടുത്തി. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, നമ്മൾ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കൂ, നമുക്കെല്ലാ വിജയവും നൽകുന്നത് അള്ളാഹുവാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഷവ്വാൽ 10 ഹുനൈനിൽ എത്തുമ്പോൾ മാലിക് ബിൻ ഔഫ് തൻ്റെ സേനയുമായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങളും വകകളും എല്ലാമായി നേരത്തെ അവിടെ എത്തിയിരുന്നു. മാലിക് ബിൻ ഔഫ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ചില ബുദ്ധിയൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് മാലിക് എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ, ചില ഒളിപ്പോരാളികളെ അവിടെ നിർത്തിയിരുന്നു. അതായത് സേനക്ക്, അതായത് ശത്രു സേനക്ക് അല്ലെങ്കിൽ എതിർ സേനക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള കുറച്ച് ആൾക്കാർ, ആയുധധാരികളായ ആൾക്കാർ, സേന അങ്ങോട്ട് വരുമ്പോൾ അവരുടെ മേലിലേക്ക് ചാടി വീഴുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അങ്ങനെ വെച്ചിരുന്നത്. ഇത് സത്യത്തിൽ നബി അറിയുമായിരുന്നില്ല. ഇത് മുസ്ലിമീങ്ങളും അറിയുമായിരുന്നില്ല. ഇങ്ങനെ ഒരു യുദ്ധതന്ത്രം അവർ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ നേരെ രാവിലെ ഹുനൈനിലേക്ക് പോകുമ്പോൾ 4 ഭാഗത്തിൽ നിന്നും എന്നതുപോലെ ആ ഒളിപ്പോരാളികൾ ചാടി വീണു. അവർ തുരുതുരാ ആക്രമിക്കാൻ തുടങ്ങി. ഇവരുടെ കയ്യിൽ വാളുകളുണ്ട്, ആയുധങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ എടുത്ത് യുദ്ധത്തിന് സജ്ജരായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഒരാക്രമണമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർ, മുസ്ലിം സേന ഛിന്ന ഭിന്നമായിപ്പോയി. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ഒരിക്കൽ ഉഹദിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. അതിന് സമാനമായ ഏറ്റവും വേദനാജനകമായ ഒരു പാഠം ഇസ്ലാമിക സമൂഹം പഠിക്കേണ്ടി വന്ന ഒരു രംഗമായിരുന്നു സത്യത്തിൽ ഹുനൈൻ യുദ്ധത്തിലുണ്ടായിരുന്നു. മുസ്ലിം സേനയിലെ ആൾക്കാർ 4 പാടും ചിതറിയോടി. അവരിൽ കുറെ ആൾക്കാർ വിശ്വാസം അത്ര തന്നെ
മനസ്സുകളിൽ ഉറച്ചിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടുകയും ചെയ്യുകയില്ല. നബി അവിടെ ഉറച്ചു നിന്നു, എല്ലാ അർത്ഥത്തിലും ഉറച്ചു നിന്നു. ജനങ്ങളൊക്കെ വിചാരിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വരെയാണ്. അവരെല്ലാവരും അവരുടെ ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. കാരണം, ഒന്നാമത്തെ കാരണം അവിചാരിതമായ ആക്രമണം, രണ്ടാമത്തെ കാരണം അപരിചിതമായ ആക്രമണം, ഇതവർക്ക് പരിചയമുള്ള ആക്രമണമല്ലത്. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധീരത പ്രകടിപ്പിച്ച രംഗമായിരുന്നു. നബി തങ്ങൾ തന്റെ ആയുധമെടുത്ത് അടരാടുകയായിരുന്നു. മാത്രമല്ല ഉറക്കെ വിളിച്ചു പറഞ്ഞു, അന നബിയ്യുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, കള്ളം പറയുകയല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് വിളിച്ചു പറഞ്ഞതോടുകൂടെ മഹാനായ നബിയുടെ സ്വരം ഉയർന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബിയുടെ കൽപ്പന അനുസരിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും വിളിച്ചു പറഞ്ഞു, ഹലുമ്മു ഇലൈയ അയ്യുഹന്നാസ്, ജനങ്ങളെ തിരിച്ചു വരൂ, തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോരോരുത്തരും ആ സാഹചര്യം മനസ്സിലാക്കി, നബിയുടെ ശബ്ദം മനസ്സിലാക്കി, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വരം മനസ്സിലാക്കി. അങ്ങനെ അവരെല്ലാവരും അധികം വൈകുന്നതിന് മുമ്പ് ചില അപകടങ്ങളൊക്കെ ഉണ്ടായി, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്ന, പ്രവാചകന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ മാത്രമാണ്, അതിലപ്പുറത്തേക്കൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സൂറത്തു തൗബയുടെ 25, 26 ആയത്തുകളിൽ അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട്. അള്ളാഹു ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വഅൻസല ജുനൂദൻ ലം തറൗഹ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽപ്പെടാത്ത മലക്കുകളെ, സൈന്യത്തെ അള്ളാഹു ഇറക്കിയെന്നാണ്. അള്ളാഹു ഇവിടെയും മലക്കുകളെ ഇറക്കുകയും മുസ്ലിം സേനയെ സഹായിക്കുകയും ചെയ്യുകയും, അതോടുകൂടെ യുദ്ധത്തിന്റെ ഗതി മാറി, ശത്രുക്കൾ ഓടി, കൊണ്ടുവന്നതൊക്കെ അവിടെ ഇട്ടുകൊണ്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്തുകളായി അവരുടെ സ്വത്തുവകകളെ മുഴുവനും ഒരുക്കൂട്ടുവാൻ കൽപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.